നമസ്കാരം. ഒടിഞ്ഞ 4 വാരിയെല്ലുകളും ശരീരമാസകലം പരുക്കുമായി ഒരു 58-കാരൻ 25 കിലോമീറ്റർ സഞ്ചരിച്ച് വിജനമായ തോട്ടത്തിലെത്തി സ്വയം തൂങ്ങി മരിക്കുമോ? മരിക്കുമെന്നാണ് പത്തനംതിട്ടയിലെ പോലീസ് പറയുന്നത്. കോയിപ്രം പോലീസ് എടുത്ത കഞ്ചാവ് കേസിലെ പ്രതിയായ കോയിപ്രം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ KM സുരേഷിന്റെ ഇളകൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിലെ തൂങ്ങിമരണം സംബന്ധിച്ച് പോലീസ് ഉരുണ്ടുകളി തുടരുകയാണ്. പക്ഷേ സാഹചര്യ തെളിവുകളും സംശയമുനയും പോലീസിലേക്ക് തന്നെയാണ് നീളുന്നത്. അതിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനും നീക്കം തുടങ്ങി. സുരേഷിനെ കസ്റ്റഡിയിലെടുത്തതും വിട്ടയച്ചതും പിന്നീട് തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന കാര്യങ്ങളിൽ മുഴുവൻ പൊരുത്തക്കേടുകളാണ്. കഴിഞ്ഞ മാർച്ച് 22-ന് രാവിലെ കോന്നി സ്റ്റേഷൻ പരിധിയിൽ പ്രമാടം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഇളകൊള്ളൂർ പാലം ജംഗ്ഷന് സമീപം ബിജു ഫിലിപ്പിന്റെ മംഗോസ്റ്റിൻ തോട്ടത്തിലാണ് സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോന്നി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 4 വാലിയെല്ലുകൾ ഒടിഞ്ഞിരുന്നുവെന്നതും മേലാസകലം ഉരഞ്ഞതും സ്വകാര്യ ഭാഗത്ത് ചൂരൽ കൊണ്ട് അടിയേറ്റ പാടുകളുണ്ടെന്നും കണ്ടെത്തി. ഇത് സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നതോടെ പോലീസ് ഇളകി. ഉന്നത തലത്തിൽ ഇടപെടലുണ്ടായി. പിന്നെ നടന്നത് പോലീസിന്റെ ഭാഗം ശരിയാക്കാനുള്ള നെട്ടോട്ടമായിരുന്നു. ദക്ഷിണ മേഖല DIG അജിത വീഗത്തിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ SP കോന്നി DYSP T രാജപ്പൻ റാവുത്തറും ചേർന്ന് അന്വേഷണം ഊർജിതമാക്കി. ഇതോടെ പുതിയ കഥയും പിറന്നു. സംശയനിഴലിലുള്ള ഡാൻസ് ഓഫ് ടീം അടക്കം ഇന്നലെ കോയിപ്രം സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചു. സുരേഷിന്റെ തൂങ്ങിമരണം സംബന്ധിച്ച ചില സുപ്രധാന ചോദ്യങ്ങളുണ്ട്. മാർച്ച് 19-ന് രാത്രി വീട്ടിലെത്തി സുരേഷിനെ വിളിച്ചുകൊണ്ടുപോയതാര്? പിന്നീട് ഇയാൾ എങ്ങനെ കോന്നി ഇളകൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിലെത്തി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഇയാളുടെ 4 വാരിയെല്ലുകൾ ഒടിഞ്ഞിരുന്നുവെന്നും അത് 6 ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാകാമെന്നുമാണ്. 4 വാരിയെല്ലുകൾ ഒടിഞ്ഞയാൾ എങ്ങനെ സ്വയം കുടുക്കുകെട്ടി മരത്തിൽ തൂങ്ങി മരിക്കും? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഇന്നലെ പോലീസ്. 16-ന് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. 19-ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടേയില്ല. വിട്ടയച്ച സുരേഷിനെ നാട്ടിൽ കണ്ട സാക്ഷികളുണ്ട്. കോന്നി കല്ലേരി അപ്പൂപ്പൻകാവിലെ പരമഭക്തനായ സുരേഷ് അവിടെ ചെന്ന് ദർശനം നടത്തിയ ശേഷം പുനലൂരിലേക്ക് പോയെന്നും മടങ്ങി വന്ന് തൂങ്ങി മരിച്ചുവെന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കോയിപ്രം പോലീസ് സുരേഷിനെ മാരകമായി മർദ്ദിച്ചുവെന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. മാർച്ച് 16-ന് വൈകിട്ട് 6:45-നാണ് കഞ്ചാവ് ബീഡി വലിച്ചെന്ന കുറ്റത്തിന് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവല്ല DYSPയുടെ നിർദ്ദേശപ്രകാരം NDPS ആക്ടിലെ 27B എന്ന വകുപ്പിട്ട് കേസെടുത്തു. തുടർന്ന് കഞ്ചാവ് അളവിൽ കുറവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അന്ന് തന്നെ രാത്രി 3 പേർ ചേർന്ന് ചെന്ന് വീട്ടിൽ നിന്ന് സുരേഷിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി എന്നാണ് മാതാവിന്റെ മൊഴി. കസ്റ്റഡിയിലെടുത്ത ദിവസം തന്നെ സുരേഷിന് ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇക്കാര്യം സുരേഷ് താൻ ഓടിക്കുന്ന വാഹനത്തിന്റെ ഉടമയോട് പറഞ്ഞിരുന്നു. ഇവർ ഈ വിവരം കേസ് നേരത്തെ അന്വേഷിച്ച കോന്നി പോലീസ് SHOയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട്. മാർച്ച് 19-ന് സുരേഷിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരമാസകലം മുറിവേറ്റ പാടുണ്ട്. പുറത്ത് ചൂരൽ പ്രയോഗിച്ചതിന്റെ പാടുകൾ തലങ്ങും വിലങ്ങുമുണ്ട്. പരുക്കുകളെല്ലാം മരിക്കുന്നതിന് മുൻപുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മരിക്കുന്നതിന് 6 ദിവസം മുൻപുള്ള പരുക്കളാണ് ശരീരത്തിലുള്ളത്. പോലീസ് അല്ലാതെ ആരും സുരേഷിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുമില്ല. നിലവിൽ കോയിപ്രം പോലീസും ഡാൻസ് ഓഫ് ടീമുമാണ് സംശയനിഴലിലുള്ളത്. ഏറ്റവും അവസാനമായി സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോയത് ഡാൻസ് ഓഫ് ടീമാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പോലീസും ഒന്നും പറയുന്നില്ല. സംഭവത്തിൽ പോലീസിന്റെ പങ്ക് പുറത്തു വരുന്നത് ഒഴിവാക്കാൻ തുടക്കം മുതൽ അട്ടിമറി നടന്നിരുന്നുവെന്ന കാര്യം വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കാൻ ഈ കാലതാമസം തടസ്സമാണ്. മിക്കയിടത്തും CCTV ദൃശ്യങ്ങൾക്ക് കാലാവധി കുറവാണ്. മാർച്ച് 19-ന് സുരേഷിനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയിട്ടില്ല എന്ന് വരുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട്. ബൈക്കും ഫോണും അന്ന് തന്നെ തിരികെ സഹോദരനെ ഏൽപ്പിച്ചുവെന്ന് പറയുന്നു. നേരത്തെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സുരേഷിനെ കണ്ടിരുന്നുവെന്നുള്ള സാക്ഷികളെയും രംഗത്തിറക്കി. കോന്നി കല്ലേലിക്കാവിൽ ദർശനത്തിന് പോയ സുരേഷ് ആ വഴി പുനലൂർ പോയി മടങ്ങി വന്ന് ഒരു പരിചയവുമില്ലാതെ ഇളകൊള്ളൂരിലെ മാങ്കോസ്റ്റിൻ തോട്ടത്തിൽ ജീവനൊടുക്കി. 2 മാസം നോക്കിയിരുന്നിട്ട് പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ തേടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിനോടകം ദൃശ്യങ്ങൾ മാഞ്ഞുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അന്വേഷണം എന്നതാണ് ഏറെ ശ്രദ്ധേയം.